ഭൂമിയിലെ താമസം അവസാനിച്ചു. എല്ലാവരും ഉടൻ ബാഗ് പാക്ക് ചെയ്യുക, നമ്മൾ ചൊവ്വയിലേക്ക് മാറുകയാണ്. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാം, പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത ഇതാണ്: ഭൂമിയിലെ താമസം അവസാനിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ സകല മനുഷ്യരും ചൊവ്വയിലേക്ക് മാറണം. നിങ്ങളുടെ കടം തരാനുള്ള അയൽവാസി മുതൽ സാക്ഷാൽ ഇലോൺ മസ്ക് വരെ ഒരൊറ്റ ദിവസം കൊണ്ട് ചൊവ്വയിൽ ലാൻഡ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ നാട്ടിലെ ചായക്കടകൾ അവിടെ തുടങ്ങാൻ പറ്റുമോ? കുളിക്കാനും തുണി അലക്കാനും അവിടെ വെള്ളം കിട്ടുമോ? അവിടെ മൊബൈൽ ടവർ ഉണ്ടാകുമോ? അവിടെ പോയാൽ ശ്വാസം കിട്ടാതെ നമ്മൾ മരിക്കുമോ? ഇതിലും വലിയൊരു ചോദ്യമുണ്ട്: ചൊവ്വയിൽ പോയാൽ നമ്മുടെ പ്രായം കുറയുമോ അതോ കൂടുമോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റത്തിന്റെ വലിയ വിശേഷങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പുറപ്പെടുന്നത്? സാധാരണ ട്രെയിനിലോ വിമാനത്തിലോ അല്ല, ഭീമൻ റോക്കറ്റുകളിലായിരിക്കും നമ്മുടെ യാത്ര. ഭൂമിയിൽ നിന്ന് ചൊവ്വയിലെത്താൻ ഏകദേശം 7 മുതൽ 9 മാസം വരെ എടുക്കും. ആ 9 മാസവും ഒരു ചെറിയ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടണം. കുളിയോ നനയോ ഒന്നുമില്ല. വായുവിൽ ഇങ്ങനെ ഒഴുകി നടന്ന് പ്രത്യേക ട്യൂബിലെ ഭക്ഷണം കഴിച്ചു വേണം അവിടെ എത്താൻ. ഒടുവിൽ ആ 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആ ചുവന്ന ഗ്രഹത്തിൽ കാലുകുത്തുന്നു. അങ്ങനെ കാലുകുത്തിയ ഉടനെ നമ്മൾ വിചാരിക്കും, ഹാവൂ, ആ സ്പേസ് ഹെൽമെറ്റ് ഒന്ന് മാറ്റി ശുദ്ധവായു ശ്വസിക്കാമല്ലോ എന്ന്. പക്ഷെ അത് മാറ്റിയാൽ അവിടെ തീർന്നു സുഹൃത്തുക്കളെ. ചൊവ്വയിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് 95% കാർബൺ ഡയോക്സൈഡാണ്. അതായത് നമ്മൾ ശ്വാസം വിടുമ്പോൾ പുറന്തള്ളുന്ന അതേ സാധനം. അവിടെ ഓക്സിജൻ വെറും 0.16% മാത്രമാണ്. ഹെൽമെറ്റ് മാറ്റിയാൽ 1 മിനിറ്റ് തികച്ചു പിടിച്ചു നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് 24 മണിക്കൂറും ആ ഭാരമേറിയ സ്പേസ് സ്യൂട്ട് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കല്യാണത്തിന് പട്ടുസാരിയും മുണ്ടും ഉടുക്കുന്നവർ അതിന്റെ പുറത്ത് ഈ വലിയ വെളുത്ത സ്യൂട്ട് കൂടി ഇടുന്നത് സങ്കല്പിച്ചു നോക്കൂ. പിന്നീട് നമ്മൾ കുളിച്ച് ഒന്ന് ഫ്രഷായി ഉള്ളിലിട്ടിരിക്കുന്ന ആ വസ്ത്രം ഒന്ന് മാറാനാണ് നോക്കുക. നമ്മൾ ഭൂമിയിൽ വീട്ടിനുള്ളിൽ കയറി ഷർട്ടും മുണ്ടും മാറുന്നതുപോലെ അത്ര ലളിതമല്ല അവിടെ കാര്യങ്ങൾ. ചൊവ്വയിലെ അന്തരീക്ഷമർദ്ദം ഭൂമിയേക്കാൾ 100 മടങ്ങ് കുറവായതുകൊണ്ട് സ്യൂട്ട് അഴിക്കുന്നതിന് മുൻപ് നമ്മളൊരു എയർലോക്ക് എന്ന പ്രത്യേക മുറിയിൽ കയറണം. അവിടെ വായു നിറച്ച് മർദ്ദം ഭൂമിയിലേതിന് തുല്യമാക്കിയതിന് ശേഷം മാത്രമേ സ്യൂട്ടിന്റെ ലോക്കുകൾ തുറന്ന് വസ്ത്രം മാറാൻ പാടുള്ളൂ. അല്ലാത്തപക്ഷം നമ്മുടെ ശരീരത്തിനുള്ളിലെ വായുവും ദ്രാവകങ്ങളും വികസിക്കാൻ തുടങ്ങുകയും അത് മാരകമായ അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ കോശങ്ങൾ വീർത്തു പൊട്ടാനും രക്തം സിരകൾക്കുള്ളിൽ വെച്ച് തന്നെ തിളയ്ക്കാനും ഒടുവിൽ ശരീരം ആകെ തകരാറിലാകാനും കാരണമാകും. ചൊവ്വയിലെ കുളിയുടെ കാര്യം ആലോചിക്കുമ്പോൾ നല്ല സീനാണ്. ഭൂമിയിലെ പോലെ ബക്കറ്റും കിണ്ടിയും ഉപയോഗിച്ച് വെള്ളം കോരി ഒഴിക്കുന്ന പരിപാടി അവിടെ നടക്കില്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നം. ചൊവ്വയിലെ ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണം, ഭൂമിയേക്കാൾ വളരെ കുറവായതുകൊണ്ട് നമ്മൾ തലയിലൊഴിക്കുന്ന വെള്ളം ഭൂമിയിലെ പോലെ താഴേക്ക് ഒഴുകിപ്പോകില്ല. പകരം അത് ചെറിയ സ്ഫടിക ഗോളങ്ങൾ പോലെ വായുവിൽ ഒഴുകി നടക്കുകയും നമ്മുടെ മൂക്കിലും കണ്ണിലുമൊക്കെ പറ്റിപ്പിടിക്കുകയും ചെയ്യും. ഇത് ശ്വസന തടസ്സം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവിടെ വെള്ളം ഉപയോഗിച്ചുള്ള സാധാരണ കുളിപ്പാടെ ഒഴിവാക്കേണ്ടി വരും. അതുകൊണ്ടുതന്നെ ചൊവ്വയിലെത്തുന്നവർ ഡ്രൈ ബാത്ത് എന്ന വിദ്യയാണ് പരീക്ഷിക്കേണ്ടി വരുന്നത്. അതായത് പ്രത്യേകതരം ലിക്വിഡ് അടങ്ങിയ നനഞ്ഞ തുണികൾ ഉപയോഗിച്ച് ശരീരം നന്നായി തുടച്ചു വൃത്തിയാക്കുകയാണ് ഏക പോംവഴി. തല കഴുകാൻ വെള്ളം ആവശ്യമില്ലാത്ത നോറിൻസ് ഷാംപൂ ഉപയോഗിക്കേണ്ടി വരും. ഇത് മുടിയിൽ തേച്ചു പിടിപ്പിച്ച് തോർത്തുകൊണ്ട് തുടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പനി വരുമ്പോൾ കുളിക്കാതെ ശരീരം തുടച്ച് വൃത്തിയാക്കുന്ന ആ ഒരു സംഭവം. കുറച്ചുനേരം അവിടുത്തെ ആ ചുവന്ന മണ്ണിലൂടെ നടന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് നല്ല വിശപ്പും ദാഹവും വരും. പക്ഷെ അപ്പോഴാണ് നമ്മൾ ആ വലിയ സത്യം തിരിച്ചറിയുന്നത്: അവിടെ ഒരു തട്ടുകട പോയിട്ട് ഒരു തുള്ളി പച്ചവെള്ളം പോലും കിട്ടില്ല. സ്വിഗ്ഗിയും സൊമാറ്റോയും ഇല്ലാത്ത ആ ചുവന്ന ഗ്രഹത്തിൽ നമ്മൾ എങ്ങനെ വിശപ്പടക്കും? ദാഹിക്കുമ്പോൾ എന്തു കുടിക്കും? കേട്ടാൽ അല്പം അറപ്പ് തോന്നുന്ന, എന്നാൽ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ദാഹത്തിന്റെ കാര്യം നോക്കാം. ഭൂമിയിലെ പോലെ പുഴകളോ കിണറുകളോ കുളങ്ങളോ ചൊവ്വയിലില്ല. പിന്നെ നമ്മൾ എങ്ങനെ വെള്ളം കണ്ടെത്തും? ചൊവ്വയുടെ ധ്രുവങ്ങളിൽ ഐസ് രൂപത്തിൽ വെള്ളമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഭീമൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ ഐസ് കട്ടകൾ കുഴിച്ചെടുത്ത്
വലിയ റിയാക്ടറുകളിലിട്ട് ഉരുക്കി ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്കത് കുടിക്കാൻ പറ്റൂ. എന്നാൽ അതിനേക്കാൾ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ചൊവ്വയിൽ വെള്ളം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതായതുകൊണ്ട് നമ്മൾ പുറത്തുവിടുന്ന ഓരോ തുള്ളി ഈർപ്പവും അവിടെ പുനരുപയോഗിക്കും. നമ്മൾ ശ്വസിക്കുമ്പോൾ പുറത്തുവരുന്ന ആവി, നമ്മുടെ വിയർപ്പ്, എന്തിന് നമ്മുടെ മൂത്രം വരെ പ്രത്യേക മെഷീനിലിട്ട് ശുദ്ധീകരിച്ച് വീണ്ടും കുടിവെള്ളമാക്കി മാറ്റും. ചൊവ്വയിൽ ദാഹം മാറ്റാൻ നിങ്ങളുടെ സ്വന്തം വിയർപ്പിനെയും മൂത്രത്തെയും തന്നെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഇനി വിശപ്പിന്റെ കാര്യം. ഭൂമിയിൽ നിന്ന് അരിയും മട്ടനും പച്ചക്കറികളും റോക്കറ്റിൽ കയറ്റി കൊണ്ടുപോവുക എന്നത് കോടിക്കണക്കിന് രൂപ ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് ചൊവ്വയിൽ ഭക്ഷണം കണ്ടെത്താൻ നമ്മൾ പുതിയ വഴികൾ തേടണം. ചൊവ്വയിൽ പുഴകളില്ലാത്തതുകൊണ്ട് മീൻ പിടിക്കാൻ പറ്റില്ല. പകരം ലബോറട്ടറിയിൽ കോശങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി വളർത്തുന്ന സിന്തറ്റിക് മീനായിരിക്കും അവിടുത്തെ പ്രധാന വിഭവം. രുചിയിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും ഇത് ലാബിൽ ഉണ്ടാക്കിയതാണെന്ന സത്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടി വരും. അതുപോലെ ചൊവ്വയിലെ മണ്ണിൽ നേരിട്ട് കൃഷി ചെയ്യാൻ പറ്റില്ല. കാരണം അവിടുത്തെ മണ്ണിൽ വിഷാംശമുണ്ട്. അതുകൊണ്ട് വലിയ ഗ്ലാസ് കൂടാരങ്ങൾക്കുള്ളിൽ മണ്ണില്ലാതെ വെള്ളത്തിൽ പോഷകങ്ങൾ കലർത്തി ചെടികൾ വളർത്തുന്ന ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ തക്കാളിയും ചീരയും ഉരുളക്കിഴങ്ങുമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇതിന് വളമായി ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ മാലിന്യങ്ങളായിരിക്കും. എന്നാലും തുടക്കത്തിൽ സർക്കാർ നൽകുന്ന സ്പേസ് ഫുഡ് ഗുളികകളും പേസ്റ്റുകളുമായിരിക്കും നമ്മൾ കഴിക്കേണ്ടി വരിക. അവിടെ അന്തരീക്ഷമർദ്ദം കുറവായതുകൊണ്ട് വെള്ളം 100 ഡിഗ്രി എത്തുന്നതിനു മുൻപേ തിളയ്ക്കും. പക്ഷേ ആ തിളച്ച വെള്ളത്തിന് വലിയ ചൂടുണ്ടാവില്ല. അതുകൊണ്ട് നല്ല പതഞ്ഞ കട്ടൻ ചായ അവിടെ കിട്ടാൻ പാടായിരിക്കും. ബിരിയാണി വേവണമെങ്കിൽ സ്പെഷ്യൽ ഹൈടെക് പ്രഷർ കുക്കറുകൾ തന്നെ വേണ്ടിവരും. സ്പേസ് സ്യൂട്ടിട്ട് പൊറോട്ട അടിക്കുന്ന ആ തട്ടുകട സീനൊന്ന് ആലോചിച്ചു നോക്കൂ. ചൊവ്വയിലെ ഏറ്റവും വലിയ കോമഡി അവിടുത്തെ ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമിയിലുള്ളതിന്റെ 1/3 മാത്രമേ അവിടെയുള്ളൂ. അതായത് ഭൂമിയിൽ 90 കിലോ തൂക്കമുള്ള ഒരാൾ ചൊവ്വയിൽ പോയി തൂക്കം നോക്കിയാൽ വെറും 34 കിലോ. നമുക്കവിടെ ഭൂമിയിലെ പോലെ നടക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ വായുവിൽ തെന്നി നടക്കുകയാണ് ചെയ്യുക. ഒരു സാധാരണ ചാട്ടം ചാടിയാൽ നിങ്ങൾ ഒരു തെങ്ങിന്റെ അത്രയും പൊക്കത്തിലെത്തും. കുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു കിക്ക് കൊടുത്താൽ ബോൾ സ്റ്റേഡിയത്തിന് പുറത്തു പോകും. ഭൂമിയിൽ ഓടി നടക്കാൻ കഷ്ടപ്പെടുന്നവർ പോലും അവിടെ ഉസൈൻ ബോൾട്ടിനേക്കാളും സ്പീഡിൽ ഓടും. പക്ഷേ ഇതിലൊരു ചെറിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത്രയും കുറഞ്ഞ ഗ്രാവിറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്കും പേശികൾക്കും വലിയ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. പണിയില്ലാതാകുമ്പോൾ അവ ദുർബലമാകും. അതുകൊണ്ട് അവിടെ നമ്മൾ ദിവസവും 2 മണിക്കൂർ നിർബന്ധമായും ജിമ്മിൽ പോയി മെസലുകൾക്ക് വ്യായാമം കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നീട് ഭൂമിയിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. ചൊവ്വയിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ഭൂമിയിലേതിന് സമാനമാണ്. ഏകദേശം 24 മണിക്കൂറും 40 മിനിറ്റുമാണ് അവിടെ ഒരു ദിവസം എടുക്കുന്നത്. അതായത് നമുക്ക് 40 മിനിറ്റ് അധികം കിട്ടും. പക്ഷേ അവിടെ കാലാവസ്ഥ അത്ര സുഖകരമല്ല. പകൽ സമയം താപനില ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെങ്കിലും രാത്രിയായാൽ അത് -73 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം. അതായത് രാത്രിയിൽ നമ്മൾ ശരിക്കും ഐസ് കട്ടയായി മാറും. ഒരു വലിയ ലാഭമുള്ളത് അവിടെ നിങ്ങളുടെ പ്രായം കുറയുമെന്നതാണ്. പ്രായം കുറയാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയ ലോകത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലറാണ് ചൊവ്വ. ഭൂമിയിൽ നിങ്ങൾക്കിപ്പോൾ 30 വയസ്സുണ്ടെന്ന് കരുതുക. നിങ്ങൾ ചൊവ്വയിൽ ലാൻഡ് ചെയ്യുന്ന നിമിഷം നിങ്ങൾ വെറും 15 വയസ്സുകാരനായി മാറും. അതെങ്ങനെയാണെന്നല്ലേ? നമ്മുടെ ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റാൻ 365 ദിവസം എടുക്കുമ്പോൾ ചൊവ്വയ്ക്ക് അത് പൂർത്തിയാക്കാൻ 687 ദിവസങ്ങൾ വേണം. അതായത് ഭൂമിയിലെ ഏകദേശം 2 വർഷമാണ് ചൊവ്വയിലെ 1 വർഷം. അപ്പോൾ കണക്ക് കൂട്ടി നോക്കിയാൽ ഭൂമിയിൽ 2 ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ചൊവ്വയിൽ നമ്മൾ 1 തവണ മാത്രമേ കേക്ക് മുറിക്കൂ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൊവ്വയിൽ പോയാൽ നമ്മൾ പതുക്കെ വയസ്സനാകൂ. പക്ഷേ ഒരു സങ്കടമുള്ള കാര്യം, ഓരോ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് കിട്ടാൻ നമ്മൾ 2 വർഷം കാത്തിരിക്കണമെന്ന് മാത്രം. ചൊവ്വയിലെ വൈകുന്നേരങ്ങൾ കാണാൻ മറ്റൊരു ലോകത്തെ കാഴ്ച പോലെയിരിക്കും. ഭൂമിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം ചുവപ്പ് നിറമാണല്ലോ. എന്നാൽ ചൊവ്വയിൽ അത് നേരെ തിരിച്ചാണ്. അവിടെ പകൽ സമയം ആകാശം ചുവന്നിരിക്കും. പക്ഷേ സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശം നീല നിറമായി മാറും. ആലോചിച്ചു നോക്കൂ, ആ ചുവന്ന മണ്ണിൽ നിങ്ങളുടെ വീട്ടിന്റെ ഗ്ലാസ് ജനലിലൂടെ ദൂരെ നീല നിറത്തിൽ തിളങ്ങുന്ന സൂര്യനെ നോക്കി
ഒരു കപ്പ് ചായ കുടിക്കുന്ന ആ ഫീൽ. സത്യം പറഞ്ഞാൽ ഒരു സിനിമയിലെ ദൃശ്യം പോലെ അത് മനോഹരമായിരിക്കും. പക്ഷേ ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒരു അപകടമുണ്ട്. ചൊവ്വയിലെ കാലാവസ്ഥ എപ്പോഴും ഇങ്ങനെ ശാന്തമായിരിക്കില്ല. അവിടെ ചിലപ്പോൾ ഭീകരമായ പൊടിക്കാറ്റുകൾ വരും. ഇത് നമ്മുടെ നാട്ടിലെ കാറ്റുപോലെയല്ല. ചിലപ്പോൾ ചൊവ്വഗ്രഹത്തെ മുഴുവനായി മൂടിക്കളയുന്ന അത്രയും വലുതായിരിക്കും ഇത്. ഈ പൊടിക്കാറ്റ് വന്നാൽ മാസങ്ങളോളം സൂര്യനെ കാണാൻ പോലും പറ്റില്ല. ആകാശമാകെ പൊടി നിറഞ്ഞ് ഇരുട്ടിലാകും. ആ സമയത്ത് നമുക്ക് വീട്ടിന് പുറത്തിറങ്ങാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കോവിഡ് സമയത്ത് ഭൂമിയിലെ ക്വാറന്റൈനൊക്കെ നമ്മൾ അനുഭവിച്ചതാണല്ലോ. എന്നാൽ ചൊവ്വയിലെ ഈ മാസ് ലോക്ക്ഡൌൺ മാസങ്ങളോളം നീണ്ടു നിൽക്കും. സോളാർ പാനലുകൾ പോലും പ്രവർത്തിക്കാത്തതുകൊണ്ട് കറന്റിന് വരെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അതുകൊണ്ട് ചൊവ്വയിലെ ജീവിതം ഒരേ സമയം അതിമനോഹരവും എന്നാൽ അത്ര തന്നെ വെല്ലുവിളികൾ നിറഞ്ഞതുമായിരിക്കും. രാത്രിയാവുമ്പോഴാണ് ഇനി എവിടെ കിടന്നുറങ്ങും എന്ന ചിന്ത നമ്മളെ അലട്ടുക. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ വീടുപണി ആരംഭിക്കുമോ? തീർച്ചയായും. പക്ഷേ അവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ചൊവ്വയിൽ സ്ഥലം ആർക്ക് സ്വന്തം? ആർക്കാണ് കൂടുതൽ സ്ഥലം കിട്ടുക? ഭൂമിയിലെ പോലെ സെന്റിന് ലക്ഷങ്ങൾ കൊടുത്ത് ആധാരം എഴുതാൻ അവിടെ വില്ലേജ് ഓഫീസോ രജിസ്ട്രേഷൻ ഓഫീസോ ഒന്നുമില്ലല്ലോ. സത്യത്തിൽ നിലവിലെ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിനും ചൊവ്വയുടെ മേൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചൊവ്വയിൽ നമ്മൾ കാലുകുത്തുമ്പോൾ അവിടെയുള്ള സ്ഥലം വീതിച്ചു നൽകുന്നത് ഒരു രാജ്യമല്ല, മറിച്ച് ഐക്യരാഷ്ട്രസഭയോ അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളോ ആയിരിക്കും. അവിടെ ഭൂമിയിലെ പോലെ ജാതിയോ മതമോ പണമോ നോക്കിയല്ല സ്ഥലം കിട്ടുന്നത്. ഒരു വ്യക്തിക്ക് ജീവിക്കാൻ എത്ര വായുവും വെള്ളവും ആവശ്യമാണോ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്യമായ അളവിലുള്ള സ്ഥലം മാത്രമേ ഓരോരുത്തർക്കും ലഭിക്കൂ. പണമൊക്കെയുള്ള ഇലോൺ മസ്ക് ആണെങ്കിലും സാധാരണക്കാരനായ ഒരാളാണെങ്കിലും ചൊവ്വയിലെ ആദ്യ നാളുകളിൽ ഒരേ വലിപ്പമുള്ള വീടുകളിലായിരിക്കും താമസം. ഇനി വീട് പണിയുടെ കാര്യം. നമ്മുടെ നാട്ടിലെ പോലെ ലോറിയിൽ സിമന്റും മണലും ഒന്നും അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ വീട് പണിയും? ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ വഴി കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ചൊവ്വയിലെ ആ ചുവന്ന മണ്ണും നമ്മൾ മനുഷ്യരുടെ മൂത്രവും തമ്മിൽ കലർത്തി ഒരു പ്രത്യേക മിശ്രിതമുണ്ടാക്കും. ഇതിലെ യൂറിയ ചൊവ്വയിലെ മണ്ണുമായി പ്രവർത്തിക്കുമ്പോൾ അത് കരിങ്കല്ലിനേക്കാൾ ഉറപ്പുള്ള കട്ടകളായി മാറും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ബെഡ്റൂം മുതൽ അടുക്കള വരെ പണിയുന്നത് ഈ യൂറിൻ ബ്രിക്സ് കൊണ്ടായിരിക്കും. പിന്നീട് ചൊവ്വയിൽ വലിയ കോളനികൾ രൂപപ്പെട്ടു തുടങ്ങുമ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം, ഓക്സിജൻ പ്ലാന്റുകൾക്കുള്ള സ്ഥലം എന്നിങ്ങനെ ഓരോന്നിനും പ്രത്യേകം സോണുകൾ തിരിച്ചു നൽകും. ഭൂമിയിൽ നിങ്ങൾ ഏക്കർ കണക്കിന് ഭൂമിയുടെ ഉടമയാണെങ്കിലും ചൊവ്വയിൽ നമുക്ക് കിട്ടുന്നത് ആ യൂറിൻ ബ്രിക്സ് കൊണ്ട് പണിത സുരക്ഷിതമായ ഒരു ചെറിയ മുറിയായിരിക്കും. അവിടെ വേലിക്കെട്ടി സ്ഥലം സ്വന്തമാക്കാൻ ആരും നോക്കില്ല. കാരണം വീടിന് പുറത്തെ സ്ഥലത്ത് സ്പേസ് സ്യൂട്ട് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഭൂമിയേക്കാൾ വില വീടിനുള്ളിലെ ഓക്സിജനായിരിക്കും. വീടൊക്കെ റെഡിയായി സമാധാനത്തോടെ ഒന്ന് വിശ്രമിക്കാനിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്തു നോക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ഫോണിൽ സിഗ്നലോ റേഞ്ചോ ഇല്ല. ഭൂമിയിലെ നമ്മുടെ പഴയ സിം കാർഡുകൾ അവിടെ വെറും പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ മാത്രമാണ്. ചൊവ്വയിൽ സിഗ്നൽ കിട്ടണമെങ്കിൽ പുതിയ ടവറുകളും മാർസ് സിം കാർഡുകളും തന്നെ വേണ്ടിവരും. പക്ഷെ അതിനേക്കാൾ വലിയൊരു ദുരന്തം നമ്മളെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഗൂഗിളും വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒന്നും അവിടെ കിട്ടില്ല. കാരണം അവയുടെ സെർവറുകളെല്ലാം ഭൂമിയിലാണ്. ഭൂമിയിൽ മനുഷ്യരില്ലാത്തതുകൊണ്ട് ആ സെർവറുകൾ പണി നിർത്തും. അതോടെ കാലങ്ങളായി നമ്മൾ സൂക്ഷിച്ചുവെച്ച സകല ഫോട്ടോകളും വീഡിയോകളും ഓർമ്മകളും എന്നേക്കുമായി നഷ്ടപ്പെടും. ചൊവ്വയിൽ നമ്മൾ സ്വന്തമായി പുതിയ ടവറുകളും സെർവറുകളും സ്ഥാപിക്കുന്നതുവരെ ഡിജിറ്റൽ ലോകം അവിടെ നിശ്ചലമായിരിക്കും. അതുവരെ നമുക്ക് പരസ്പരം മിണ്ടാൻ പഴയ കാലത്തെ പോലെ നേരിട്ട് കാണേണ്ടി വരും. വോയിസ് മെസ്സേജ് അയക്കുന്നതിന് പകരം അയൽക്കാരന്റെ വീട്ടിൽ പോയി കാര്യം പറയുന്ന ആ പഴയ കാലം ചൊവ്വയിൽ വീണ്ടും തിരിച്ചുവരും. ചുരുക്കത്തിൽ ചൊവ്വ നമ്മളെ വീണ്ടും മനുഷ്യരായി ജീവിക്കാൻ പഠിപ്പിക്കും. ഫോണിൽ റേഞ്ച് ഇല്ലെങ്കിലും സാരമില്ല എന്ന് വെച്ച് നമ്മളൊന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ചൊവ്വയിൽ നമ്മൾ ഭൂമിയിലെ പോലെ കട്ടിലിൽ നിവർന്നു കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിക്കരുത്. കാരണം അവിടുത്തെ ഗ്രാവിറ്റി ഭൂമിയുടെ വെറും 38% മാത്രമാണ്. അതുകൊണ്ട്
ഉറക്കത്തിൽ നമ്മൾ അറിയാതെ ഒന്ന് ചരിഞ്ഞാൽ മതി, പഞ്ഞുപോലെ വായുവിൽ പൊങ്ങി തെറിച്ചുപോയി മുകളിൽ എവിടെയെങ്കിലും മുട്ടും. അതുകൊണ്ട് അവിടെ ഉറങ്ങാൻ പ്രത്യേക സ്ലീപ്പിംഗ് ബാഗുകൾ വേണ്ടിവരും. ഈ ബാഗിനുള്ളിൽ കയറി നിന്ന ശേഷം നമ്മൾ ഭിത്തിയിലോ കട്ടിലിലോ സ്വയം ബെൽറ്റിട്ട് കെട്ടിയിടണം. അതെ, വായുവിൽ ഒഴുകി നടക്കാതിരിക്കാൻ സ്വയം ബന്ധിച്ചുകൊണ്ട് വേണം അവിടെ കിടന്നുറങ്ങാൻ. വീട്ടിൽ തന്നെ ഇങ്ങനെ തുടരുമ്പോൾ നമുക്ക് മടുപ്പ് അനുഭവപ്പെടും. പിന്നീട് നമ്മൾ ജോലി അവസരങ്ങളും ബിസിനസ് അവസരങ്ങളും തേടിപ്പോവും. ചൊവ്വയിൽ നമ്മൾ എന്ത് ജോലി ചെയ്യും, എന്ത് ബിസിനസ് ചെയ്യും? അവിടെ കറൻസി നോട്ടുകൾക്ക് വലിയ വിലയുണ്ടാവില്ല. പകരം സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സിസ്റ്റമായിരിക്കും താരം. അതായത് കയ്യിലുള്ള പണത്തേക്കാൾ മൂല്യം അന്ന് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന അവശ്യ വസ്തുക്കൾക്കായിരിക്കും. ജോലികളുടെ കാര്യമെടുത്താൽ ഓക്സിജൻ പ്ലാന്റിലെ എഞ്ചിനീയർമാർക്കും ഐസ് ഖനനം ചെയ്യുന്നവർക്കുമായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ചൊവ്വയിലെ അതിജീവനം ഇവരുടെ കൈകളിലായിരിക്കും. പുതിയ ബിസിനസ് സാധ്യതകളും അവിടെ വളർന്നുവരും. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകൾ പോലെ ഓക്സിജൻ റീഫിൽ സെന്ററുകൾ നമുക്ക് തുടങ്ങാം. കൂടാതെ ശുദ്ധജലത്തിനായി മിനറൽ വാട്ടർ ബിസിനസ്സും അവിടെ പച്ചപിടിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ചൊവ്വയിലെ ജീവിതം അതിമനോഹരമായ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ നമുക്ക് തോന്നും. പക്ഷെ ശ്വസിക്കാൻ ഒരു ഓക്സിജൻ സിലിണ്ടറില്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത ആ ചുവന്ന ലോകത്തേക്കാൾ സ്വർഗമാണ് നമ്മുടെ ഈ ഭൂമി എന്ന് അപ്പോഴാകും നമ്മൾ തിരിച്ചറിയുക. നമ്മൾ വെറുതെ കളഞ്ഞ ഓരോ തുള്ളി വെള്ളവും ശ്വസിക്കുന്ന വായുവും എത്ര വലിയ ഭാഗ്യമാണെന്ന് ചൊവ്വയിലെ ആ യൂറിൻ ബ്രിക്സ് വീട്ടിനുള്ളിലിരുന്ന് നമ്മൾ ഓർക്കും. ഈ ചുവന്ന ഗ്രഹത്തിലേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണോ? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള കൗതുകപരമായ അറിവുകൾക്കായി ഫേസ്ബുക്ക് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. സയൻസും സങ്കല്പങ്ങളും നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.